പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നീർമാതളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ മാധവിക്കുട്ടിയുടെ വിശുദ്ധ പശു. ഒരു ദിവസം ഒരു കുട്ടി റോഡിൻ്റെ വശത്തുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് പഴത്തൊലി പിറക്കി തിന്നുമ്പോൾ ഒരു പശു അവൻ്റെ അടുക്കൽ വന്ന് ഒരു പഴത്തോൽ കടിച്ചു വലിച്ചു. അവൻ പശുവിനെ തള്ളി നീക്കി. പശു ഉറക്കെ കരഞ്ഞുകൊണ്ട് റോഡിൽ കൂടി ഓടി. സന്യാസിമാർ ഉടൻ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ മൃഗമായ പശുവിനെ നീയാണോ ഉപദ്രവിച്ചത്? അവർ കുട്ടിയോട് ചോദിച്ചു. ഞാൻ ഉപദ്രവിച്ചില്ല. ഞാൻ തിന്നിരുന്ന പഴത്തോൽ പശു തട്ടിപ്പറിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെ ഓടിച്ചതാണ്, കുട്ടി പറഞ്ഞു. നിന്റെ മതമേതാണ്? സന്യാസിമാർ ചോദിച്ചു. മതം? അതെന്താണ്? കുട്ടി ചോദിച്ചു. നീ ഹിന്ദുവാണോ? നീ മുസ്ലിമാണോ? നീ ക്രിസ്ത്യാനിയാണോ? നീ അമ്പലത്തിൽ പോകാറുണ്ടോ? പള്ളിയിൽ പോകാറുണ്ടോ? ഞാൻ എങ്ങോട്ടും പോകാറില്ല, കുട്ടി പറഞ്ഞു. അപ്പോൾ നീ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നില്ലേ? അവർ ചോദിച്ചു. ഞാൻ എങ്ങോട്ടും പോകാറില്ല, കുട്ടി പറഞ്ഞു. എനിക്ക് കുപ്പായവുമില്ല, ട്രൗസറിൻ്റെ പിറകുവശം കീറിയിരിക്കുന്നു. സന്യാസിമാർ അന്യോന്യം സ്വകാര്യം പറഞ്ഞു. നീ മുസൽമാനായിരിക്കണം. പശുവിനെ നീ ഉപദ്രവിച്ചു, അവർ പറഞ്ഞു. നിങ്ങൾ പശുവിൻ്റെ ഉടമസ്ഥരാണോ? കുട്ടി ചോദിച്ചു. സന്യാസിമാർ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്ന് ആ കുപ്പത്തൊട്ടിയിലിട്ടു. സന്യാസിമാർ, ഓം നമഃ ശിവായ, അങ്ങയുടെ തീരുമാനം വാഴ്ത്തപ്പെടട്ടെ.